ശ്രീരേഖയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ക്യാമറ നോക്കി സംസാരിക്കുന്ന ഒരു ശീലം. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ കൂടുതൽ ക്യാമറ നോക്കി സംസാരിക്കുന്ന ശീലമാണ് ശ്രീരേഖയ്ക്കുള്ളത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ കാണാറില്ല, ചിലപ്പോൾ ബിഗ് ബോസ് നമുക്ക് കാണിക്കാത്തതായിരിക്കും. പക്ഷേ രാത്രി ലൈവില് ശ്രീരേഖ ക്യാമറ നോക്കി നിന്ന് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നത് അൻസിബയെ കുറിച്ചാണ്. അൻസിബയുടെ ക്യാരക്ടറിൽ വന്ന ചേഞ്ച് അത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താണ് ഈ കൊച്ച് ഇങ്ങനെ പെട്ടെന്ന് മാറാനുണ്ടായ റീസൺ എന്നാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രിയുടെ അടുത്ത് ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത അത്ര വെറുപ്പാണ്, ആ വ്യക്തിയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, എനിക്ക് അത്രയും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രിയെ കുറിച്ച് അത്രയും മോശം പറഞ്ഞ് നടന്നിരുന്ന അൻസിബ ഗബ്രി പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, അതായത് പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് യാത്ര പറയാൻ പറ്റിയിരുന്നില്ല. അവിടെ ലാസ്റ്റ് രണ്ടുപേര് ജാസ്മിനും ഗബ്രിയുമായിട്ട് അവിടെ പോകുന്നതിന് മുൻപ് ഗബ്രി വന്ന് അവിടെ സംസാരിച്ച സമയത്ത് ഗബ്രിയുടെ അടുത്ത് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ അടുത്ത് ഐ ലവ് യു എന്നവിടെ അൻസിബ പറഞ്ഞു. അത് ഗബ്രിയും പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിരുന്നു അൻസിബ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ഐ ലവ് യു പറഞ്ഞു അവിടെ ഗബ്രിയുടെ അടുത്ത്. അപ്പോൾ എങ്ങനെയാണ് ആ പെങ്കൊച്ചിന് ഇങ്ങനെ മാറാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതാണ് ശ്രീരേഖയുടെ ചോദ്യം. ഇത്രയും വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന അൻസിബയ്ക്ക് പെട്ടെന്ന് താൻ സേഫായി മറ്റൊരാളാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് മനസ്സിലായ ആ നിമിഷം ആ വ്യക്തിയുടെ അടുത്ത് പെട്ടെന്ന് കയറി ഐ ലവ് യു എന്ന് എങ്ങനെയാണ് പറയാനായിട്ട് കഴിഞ്ഞത് എന്നാണ് ശ്രീരേഖ ക്യാമറ നോക്കി നിന്ന് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ റസ്മിന്റെ അടുത്തുണ്ടായ മാറ്റം, ഇവളൊരു ടീച്ചറാണോ എന്ന് എൻ്റെ അടുത്താണ് അൻസിബ ചോദിച്ചത്. ആ മുട്ട തോടും അത് വേസ്റ്റൊക്കെ പെറുക്കി നിലത്തിട്ടിട്ടും ഇങ്ങനെയൊക്കെയാണ് ഒരു ടീച്ചർ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് റസ്മിനെ കുറിച്ച് അത്രയും മോശമായി സംസാരിച്ച അൻസിബ ഇപ്പൊ റസ്മിനുമായിട്ട് ഭയങ്കര കൂട്ടായിട്ട് നടക്കുന്നു. എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ മാറാനായിട്ട് സാധിച്ചത്, എന്ത് വ്യക്തിത്വമാണ് അൻസിബയ്ക്ക് ഉള്ളത് എന്നാണ് ശ്രീരേഖ ക്യാമറ നോക്കി നിന്ന് സംസാരിക്കുന്നത്. എന്തായാലും ശ്രീരേഖയുടെ ഗെയിം അൻസിബയെ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ക്യാമറ നോക്കി നിന്നുകൊണ്ട് അവിടെ അൻസിബയെ കുറിച്ചാണ് മോശമായി ശ്രീരേഖ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻസിബയ്ക്കെതിരെയുള്ള ഒരു ഗെയിം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരേഖ.